അവൽ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന പോഹയുടെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. പ്രത്യേകിച്ച് ഒരു കറിയുടെ പോലും ആവശ്യമില്ലാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ വൈകിട്ട് സ്നാക്സ് ഒക്കെ ആയിട്ടും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ മിസ് ചെയ്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. നമ്മൾ പോഹ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ള അവലാട്ടോ എടുത്തിരിക്കുന്നത്. ഇതേപോലെ നല്ല കട്ടിയുള്ള അവൽ വേണം പോഹ ഉണ്ടാക്കാനായി എടുക്കാനായിട്ട്. തീരെ കനം കുറഞ്ഞ അവലൊന്നും എടുക്കരുതേ. ഇതേപോലെ ഒരു അരിപ്പയിലൂടെ മാറ്റിയിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലോണം തന്നെ ഒന്നുകൂടെ കഴുകിയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്നുകൂടെ കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അവലൊക്കെ ശരിക്കും ഒന്നുകൂടെ കുതിർന്ന് നല്ലോണം തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നോളും. നന്നായിട്ട് തന്നെ ഒന്നുകൂടെ കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഒന്നുകൂടെ കുതിർന്ന് സോഫ്റ്റ് ആയി വരാനായിട്ട് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവൽ അവിടെ ഇരുന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചൂടായ ഓയിലിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകമല്ല, നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് വേണം എടുക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ പൊട്ടി വരുമ്പോൾ കുറച്ച് കപ്പലണ്ടി ആട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 1/4 കപ്പ് കപ്പലണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. വറുക്കാത്ത കപ്പലണ്ടി ആയതുകൊണ്ടാണ് ഈ സമയം നമ്മുടെ ഓയിലിലേക്ക് ചേർത്ത് ഒന്നുകൂടെ ആദ്യമേ വറുത്തെടുക്കുന്നത്. ഇനിയിപ്പോൾ വറുത്ത കപ്പലണ്ടിയാണ് കയ്യിലുള്ളതെങ്കിൽ ഏറ്റവും ലാസ്റ്റ് മാത്രം ഒന്ന് ചേർത്ത് മിക്സാക്കി എടുത്താൽ മതി. കണ്ടതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്തും എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും അതേപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ സവാളയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും പച്ചമുളക് നന്നായിട്ട് മാറി വരുന്നവരെ പതുക്കെ ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങോട്ട് വാടി കളറൊന്നും മാറിപ്പോവണ്ട. ഇതേപോലെ ഒന്നുകൂടെ സോഫ്റ്റായി ചുങ്ങി വന്നാൽ മാത്രം മതി. ആ പച്ചമുളക് ഒന്നുകൂടെ മാറി വന്നാൽ മാത്രം മതി. കണ്ടോ ഇതുപോലെ. ഇതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയം വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും ഇതേപോലെ ഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ വഴന്നു വന്നോളും. കൂടെ തന്നെ ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വലിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സാക്കി ഒന്ന് നല്ലോണം തന്നെ വാടി ശരിക്കും ഒന്നുകൂടെ വെന്ത് വരാനായിട്ട് നമുക്ക് മൂടി വെക്കാവേ. ഇവിടെയാണെന്നുണ്ടെങ്കിലും ക്യാരറ്റും അതേപോലെ തന്നെ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഒന്നുകൂടെ വെന്ത് വന്നോളും. ഗ്യാസിന്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ച് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ക്യാരറ്റും തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലോണം തന്നെ ഒന്നുകൂടെ വെന്ത് നമ്മുടെ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും ഒന്നുകൂടെ വാടി നല്ലോണം തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒരു പൊടികളും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല, ആകെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പച്ചമുളക് നല്ലോണം മാറി വരുമ്പോൾ നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അവലും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് അവലൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ കുതിർന്ന് ശരിക്കും സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇനി അവലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ മസാലയായിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോഹയുടെ പരിപാടി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള പോഹയാണ്. അപ്പോൾ മിസ് ചെയ്ത എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടാവും. ഇനി ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിന്. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരേ 1 ടീസ്പൂൺ മാത്രം പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഒരുപാടൊന്നും കൂടി പോരുത്, ഒരേ 1 ടീസ്പൂൺ മാത്രം മതി. അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ആക്കി എടുത്ത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പോഹയുടെ പരിപാടി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കറിയുടെ പോലും ആവശ്യമില്ലാതെ എളുപ്പം നമുക്ക് റെഡിയാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് സ്നാക്സ് ആയിട്ടും ഇനിയിപ്പോൾ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് വരെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. നല്ലൊരു ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.